ഭാഗ്യങ്ങളും ഷഡ്ബലവും സർ, നമ്മുടെ സാധാരണ രീതിയിൽ ജാതകം നോക്കാൻ ഒരു ജ്യോതിഷനടുത്ത് പോകുമ്പോൾ കൂടുതൽ ജ്യോതിഷന്മാരെ നോക്കുന്നത് എന്ന് പറയുന്നത് സാധാരണ രാശിച്ചാട്ട് അല്ലെങ്കിൽ രാശിക്കുണ്ടലിയാണ്. പക്ഷേ കേരളം വിട്ടു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന അഷ്ടകവർഗ്ഗങ്ങളും ഷഡ്ബലങ്ങളും ഇവൻ ദ്രേക്കാണ ചാർട്ട് എടുത്ത് മരണം പ്രഡിക്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന്, ജാതകൻ്റെ ആയുസ് ഉണ്ടോ എന്ന് ഒരു ദൈവജ്ഞൻ നോക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അതും ഇത്രയും കാൽക്കുലേഷൻസും ഇത്രയും അഗാധമായ പാണ്ഡിത്യമുള്ള കേരളത്തിൽ പല ജ്യോതിഷന്മാരും നോക്കുന്നവരുണ്ട്, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന എത്രയും ജ്യോതിഷന്മാർ നോക്കുന്നുണ്ട്, എന്തുകൊണ്ട് അതിലേക്ക് വരുന്നില്ല? ഇതിലൊരു കാര്യം എന്താണെന്ന് അറിയാം സാർ, ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജോലിയല്ല. അതെ, കറക്റ്റ്. രണ്ട്, ഒരു ജ്യോതിഷം ആകാനായിട്ട് ക്വാളിഫൈഡ് ഉള്ള ഒരാൾ അങ്ങയുടെ ചെറുപ്പം തൊട്ട് ഒരു പ്രഡിക്ഷൻ മനോഭാവം കൊണ്ടുവന്നിരിക്കും. ശരിയാണ്. ഇപ്പം ഞാനൊരു ജ്യോതിഷം ആകും അല്ലെങ്കിൽ ഇത് പഠിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. മനസ്സിലായി? അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുമ്പോൾ, സാർ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് പ്രെഡിക്റ്റ് ചെയ്തത് ആദ്യം നോക്കുമ്പോൾ എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഈ 5ാം ക്ലാസ്സിൽ എന്തുകൊണ്ടോ എന്നെ വേറൊരു ബന്ധുവിൻ്റെ വീട്ടിൽ നിർത്തിയാണ് പഠിപ്പിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ജ്യോതിഷം പഠിച്ചപ്പോൾ എന്തുകൊണ്ട് ആ സമയത്ത് എന്നെ വേറെ സ്ഥലത്ത് നിർത്തി എന്ന് മനസ്സിലായി. ഒന്നുകിൽ കാണാണ്ടാകുക, അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് വിട്ടുപോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം എന്നെ ഒരു വർഷം വേറെ ബന്ധുവിൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തി. അപ്പോൾ ഈ ബന്ധുവിൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയപ്പോഴത്തേക്കും എൻ്റെ അച്ഛനും ആ വീട്ടിലെ കുറച്ച് പേരുമായിട്ടൊരു തീർത്ഥാടനത്തിന് പോയി. 2-3 ദിവസത്തെ തീർത്ഥാടനം. ഇത് 80കളിലാണ്, അതുകൊണ്ട് ഞാൻ ഇതാണെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇവർ പോയി വരുന്നത് അപകടമൊന്നും ഉണ്ടാകാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ്. ഇത് എന്തുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഈ ഇൻസിഡൻറ്റ് ഓർമ്മ വരുന്നു എന്ന് വെച്ചാൽ, ആ സമയത്ത് റേഡിയോയെയാണ് ആശ്രയിക്കുന്നത്. ഈ റേഡിയോ അപ്പോൾ ഇത് പറയാൻ കാര്യം, ഇവർ മുമ്പത്തെ ദിവസം പോയി, അപ്പോൾ പിറ്റേ ദിവസം രാവിലെ പേപ്പർ വായിക്കും, ന്യൂസ് പേപ്പർ വായിക്കണ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഈ അപകടങ്ങളൊക്കെ അതാണല്ലോ കൂടുതൽ വരുന്നത്, പോസിറ്റീവ് കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് വായിച്ചപ്പോഴേ ഞാൻ അപകടങ്ങളൊന്നും, ഇവർ പോയത് ഇവർക്ക് അപകടങ്ങളൊന്നും ഉണ്ടാകാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇത് ആ വീട്ടിലെ ആ ചേച്ചി, അവരുടെ അമ്മ കേട്ടു. അത് കഴിഞ്ഞ് റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്, വാർത്ത. ആ വാർത്തയിൽ ഇവർ തീർത്ഥാടനത്തിൽ പോയ സ്ഥലത്ത് ഒരു ട്രാൻസ്പോർട്ട് ബസ് വേറെ ലോറിയായിട്ട് ഇടിച്ച് അപകടം ഉണ്ടായി എന്ന് പറഞ്ഞ് ഇതിൽ വന്നു. അപ്പോൾ ഇവർ ഈ ബസ്സിലാണോ പോയത് ഇല്ല എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് ഉച്ചയ്ക്ക് ഇത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടാണ് വരുന്നത്. അപ്പോൾ വൈകിട്ട് വരുമ്പോൾ ഈ തീർത്ഥാടനത്തിന് പോയ ആൾക്കാർ തിരിച്ചെത്തി. പക്ഷേ ഇവർ പറഞ്ഞതെന്താ വെച്ചാൽ, ഇവൻ നാക്കെടുത്ത് പറഞ്ഞതാണ് ഇവർ പോയ വണ്ടിയാണ് ആക്സിഡൻ്റ് ആയത്. മനസ്സിലായി? ഇവർ പോയ വണ്ടിയാണ് ആക്സിഡൻ്റ് ആയത്. ഈ ആക്സിഡൻ്റ് ആയത് ഇവർക്കൊന്നും പറ്റിയില്ല. ഇവരത് കഴിഞ്ഞിട്ട് തീർത്ഥാടനം കഴിഞ്ഞ് വരുമ്പോഴോ മറ്റോ, എനിക്ക് തോന്നുന്നു ഗുരുവായൂരോ മറ്റോ പോയതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഞാൻ ഈ സ്കൂളൊക്കെ കഴിഞ്ഞ് 5:30 വീട്ടിൽ എത്തിയപ്പോൾ, അപ്പോൾ ഇതാണ് എനിക്ക് ഓർമ്മ. ഈ ചേച്ചി കരഞ്ഞ് കലങ്ങി ഇവൻ പറഞ്ഞ് ഇവർക്ക് ആക്സിഡൻ്റ് ആകുമെന്ന് പറഞ്ഞതാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ. അപ്പോൾ എന്തുകൊണ്ട് ഇത് രാവിലെ, അപ്പോൾ എൻ്റെ ഉപനയനം കഴിഞ്ഞു, എൻ്റെ സന്ധ്യാവന്തനമൊക്കെ കഴിഞ്ഞു. സന്ധ്യാവന്തനം കഴിയാണ്ട് ഈ ചേച്ചി, സന്ധ്യാവന്തനം കഴിഞ്ഞിട്ടാണ് എന്നെ അവിടെ കൊണ്ടുപോയത്. കാര്യം ഈ സന്ധ്യാവന്തനം കഴിക്കാണ്ട് ആ ചേച്ചി ചായ പോലും തരികയില്ല. ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. എൻ്റെ ജീവിതം ഇത് ചെയ്യാനായിട്ട് സ്വാധീനിച്ചൊരു ചേച്ചിയാണ്. ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. അതുകൊണ്ട് അതും ഒരു കാരണമായിരിക്കാം. ഈ വീട്ടിലാണെങ്കിലും ഉഴപ്പാണ്, അമ്മൂമ്മയുടെ അടുത്തൊക്കെ ചെല്ലപ്പിള്ളിയായിട്ട് ഉഴപ്പാണ്. അവിടെ സന്ധ്യാവന്തനം ചെയ്ത് ഇത് ആ ഒരു ഇതായിരിക്കും. ആ സന്ധ്യാവന്തനം കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മളിൽ ഇൻബിൽറ്റായിട്ട് വരുന്നൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴീ ജാതകം നക്ഷത്രം ഒന്നും അറിയില്ല ആ പ്രായത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഉപനയനത്തിന്, ഇതോടനുബന്ധിച്ച് തന്നെ ഈ ഉപനയനത്തിന് ജാതകം നോക്കും. ഈ ഉപനയനത്തിന് സമയം ശരിയാണോ എന്നൊക്കെ. ഉത്തരായന കാലത്താണ് ഉപനയനം നടക്കുന്നത്. അപ്പോൾ അത് നോക്കിയത് നാരായണ വാദ്യാര, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ സെയിം ഇയറിൽ സംഭവം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇത് നോക്കിയിട്ട് ഇവൻ ജ്യോതിഷം പഠിക്കും എന്ന് പറഞ്ഞു. അത് ബുധനും കുജനും തമ്മിലുള്ള യോഗം വെച്ചാണ് പറയുന്നത്. ബുധനും കുജനും വെച്ചുള്ള യോഗത്തിലാണ് ആ ഒരു ജ്യോതിഷം പഠിക്കാനുള്ള നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിക്കാൻ, അത് കേതുവിൻ്റെ ചില സ്വാധീനങ്ങളും പഠിക്കാനുള്ള ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ജ്യോതിഷം പഠിക്കാൻ പോകണം, 27 നക്ഷത്രം, എനിക്ക് എൻ്റെ നക്ഷത്രം മാത്രം അറിയാം, അനിയത്തിയുടെ അങ്ങനെ ഇതറിയാമെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്ത്. പക്ഷേ പിന്നെ നോക്കുമ്പോഴത്തേക്കും ആ പറഞ്ഞ പ്രഡിക്ഷൻ പോലെ ആ ജ്യോതിഷം പഠിക്കാൻ, കാര്യം പ്രീ ഡിഗ്രി ബോർഡ് എന്ന് പറഞ്ഞൊരു സമരം നടന്നു എൻ്റെ ഇതിൻ്റെ സമയത്ത്. ആ സമയത്ത് ഒരു ഡിപ്രഷൻ പോലെ പോയി. ഗുരു ഈ ബ്രഹ്മീസാരസതകൃതം ജപിച്ച് തന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഒരു വിജയദശമിക്ക് വിളിച്ചിട്ട് ശിഷ്യപ്പെടുത്തി, എനിക്കൊരു സഹായി വേണമെന്ന് പറഞ്ഞ് ശിഷ്യപ്പെടുത്തി പഠിപ്പിക്കുകയായിരുന്നു.
ആ സമയത്ത് കുറേ കോറായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമ്പോൾ അപ്പോൾ ഈ പ്രെഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ജ്യോതിഷം എന്ന് പറയുന്ന കാര്യം, പ്രെഡിക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒന്ന് നമ്മുടെ ജന്മവാസനയാണ്. അതെ, എൻ്റെ അച്ഛന് ജ്യോതിഷ ഇതില്ല, വീട്ടിൽ ആർക്കും ജ്യോതിഷ പാരമ്പര്യം ഇല്ല. പക്ഷേ ഈ ഗുരുവിൻ്റെ അടുത്ത് വന്ന് ഒന്നുകിൽ പാസ്റ്റ് ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. എന്നാലും ഇപ്പോഴും ഒരു പ്രെഡിക്ഷൻ നടത്തുമ്പോഴത്തേക്കും ഇത് ഏത് ബേസിലാണ് നടത്തിയതെന്ന് പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ഈ ബാങ്കിങ് ആയിരുന്നപ്പോൾ ഇത് ഫുള്ളി അതിൽ നിന്ന് ഫുള്ളി ഡിറ്റാച്ച്ഡായി. അപ്പോൾ പക്ഷേ പ്രെഡിക്ഷൻസ് നടത്താൻ സാധിക്കുന്നു. അപ്പോൾ അത് സാറ് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, ഉപാസനയുടെ ബലമില്ലാണ്ട് ജ്യോതിഷം കാൽക്കുലേഷനിൽ മാത്രം ശ്രദ്ധിക്കുക, പ്രെഡിക്ഷനിൽ പോകാണ്ടിരിക്കുക. അതെ അതെ, പ്രെഡിക്ഷൻ ഒരാളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. ഇത് പലരിലും വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ആരും ഒരു ഇത് ജാതകം കൊണ്ടുവന്നിട്ട് എനിക്ക് എപ്പോൾ 10 കോടിയുടെ ലോട്ടറി അടിക്കുമെന്ന് ചോദിക്കുകയില്ല, അല്ലേ? അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് എപ്പോൾ BMW കാർ വാങ്ങിക്കും, ആരും ചോദിക്കുകയില്ല. പക്ഷേ എനിക്ക് എപ്പോൾ അപകടം ഉണ്ടാകും, എനിക്ക് എപ്പോൾ പ്രശ്നങ്ങളാകുമെന്ന് ആൾക്കാർ ചോദിക്കും. ഇതപ്പോൾ തന്നെ ഈ പ്രശ്നമാണ് ഇദ്ദേഹം ഗണിക്കുന്നത്. അതേസമയം അദ്ദേഹത്തിന് മോട്ടിവേഷൻ കൊടുത്തിട്ട് അങ്ങനെയൊന്നും വരികയില്ല. ദൈവം എന്ന് പറയുന്ന ശക്തി ഉണ്ടല്ലോ. ഈ ജാതകം എന്ന് പറയുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ശുഭകരം വരേണ്ടത് അതിന് തടസ്സമായിട്ട് ഏതെങ്കിലും ഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിന് ഓവർകം ചെയ്യാനായിട്ട് ഇന്ന ഉപാസന നിങ്ങൾ ചെയ്യൂ. നിങ്ങളെന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരല്ല, ആ കുട്ടിയുടെ 12 വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടീനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. ചെയ്യൂന്ന് പറയാനാണ് ഈ ജാതകം ശരിക്കും യൂസ് ചെയ്തിരുന്നത് പണ്ട്. പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ജാതക ഫലങ്ങൾ നോക്കിയിട്ട് തലയ്ക്ക് ഇതുമായിട്ട് ഇതെവിടെയെങ്കിലുമൊക്കെ കാശ് കൊടുത്താൽ തീരുമെന്ന് അലഞ്ഞുകൊണ്ടാണ് മനുഷ്യരിയ്ക്കുന്നത്. അതെ, സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് ഈ പറയുന്ന ഒരു ജ്യോതിഷൻ ഒരു കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ദർ ഇസ് എ 2 ഫിലോസഫി, ഒന്ന് ഫിയർ ഫാക്ടേഴ്സ് ആൻഡ് ഹോപ്പ് ജനറേഷൻ. ഇപ്പോൾ ഫിയർ ഫാക്ടേഴ്സ് കൊടുക്കുന്ന ഒരു ജ്യോതിഷനാണെങ്കിൽ വരുന്ന ഒരു ജാതകൻ പൂർണ്ണമായിട്ടും പേടിച്ച് അദ്ദേഹത്തിൻ്റെ ലൈഫ് വേറെ ലെവലിലേക്ക് പോകും. പക്ഷേ എപ്പോഴും പ്രതീക്ഷകൾ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജ്യോതിഷന് ഒരുപാട് പേരെ കൈപിടിച്ച് ഉയർത്താൻ പറ്റും. അതിലുപരി ഈ പറയുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കൂടെ നിൽക്കുക എന്ന് സാറ് പറഞ്ഞ പോലെ ഉപാസന ഇല്ല എന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻസ് മാത്രം കൊടുത്ത് അതിനെ അടുത്ത ലെവലിലേക്ക് മാറ്റി വിടുക. പക്ഷേ പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത് ഒരു ജ്യോതിഷൻ്റെ കഴിവാണ്, ജ്യോതിഷൻ്റെ ഉപാസനയുടെ ബലമാണ് പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും ഉപാസന ഉണ്ടെങ്കിലേ പ്രഡിക്ഷൻസ് ശരിയാവുള്ളൂ. അതെ, അപ്പോൾ ഈ പറയുന്ന കൺഫ്യൂഷൻസ് മാറാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് വളരെ വലുതായിട്ടുള്ള സംഭവം. ചിലപ്പം നമ്മൾ സംസാരിച്ചു വന്നതിൽ ഈ ഷഡ്ബലങ്ങൾ എടുത്തു നോക്കാത്ത ജ്യോതിഷന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇപ്പോൾ അഷ്ടവർഗ കാൽക്കുലേഷൻസും പ്രഡിക്ഷൻസും എടുക്കുന്നവരുണ്ട്. ഈ ദ്രൈകാണ ചാർട്ട് ഉൾപ്പെടെ എന്തുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, വരുന്നവർക്ക് സമയമില്ല, ജ്യോതിഷന് സമയമില്ല. പിന്നെ ശരിക്കൊരു ജ്യോതിഷം നോക്കുമ്പോഴത്തേക്കും ആദ്യം നോക്കേണ്ടത് ഈ ആൾ വരുന്ന നിമിത്തമാണ്. അതെ അതെ. 2, ഈ ആൾ വന്നിട്ട് ഇയാളുടെ കൈകൾ എവിടെ ചലിക്കുന്നു. അതെ, ജാതകം നോക്കാനായിരിക്കാം, വിവാഹപ്പൊരുത്തം നോക്കാനായിരിക്കും. ഈ കൈകൾ എവിടെ ചലിക്കുന്നു, ഈ എങ്ങനെ പോകുന്നു, ഈ കൈ ആദ്യം എവിടെ തൊടുന്നു. സാധാരണ വിചാരിക്കണം അഷ്ടമംഗല്യ പ്രശ്നത്തിന് മാത്രമാണ് ഇത് യൂസ് ചെയ്യണത്. അല്ല, ഒരാൾ ജ്യോതിഷനെ ദൈവജ്ഞനെ കാണാൻ വരികയാണെങ്കിൽ അത് അദ്ദേഹം ഒരു ദൂതനുമാണ്. അതെ, അദ്ദേഹം ഒരു ദൂതനുമാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ ആവശ്യങ്ങളാണ്. ആ ദൂതനിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ശരിക്ക് ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും ജ്യോതിഷനല്ല ഈ പ്രശ്നങ്ങൾ ഇയാളിൽ നിന്നാണ് ജ്യോതിഷനിലേക്ക് പകർന്നു കിട്ടണത്. അതെ, അങ്ങനെ ചെയ്യുന്ന ചേഷ്ടകൾ. പിന്നെ ഒന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സയൻറ്റിഫിക്കലി പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡുകൾ തമ്മിൽ ചില കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ ആൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിൽ എൻ്റെ ഗുരു പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ വന്നു കഴിഞ്ഞാൽ, രാശി വയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്തിനാണ് രാശി വയ്ക്കാൻ വന്നതെന്ന് നമ്മൾ അങ്ങോട്ട് പറയണമെന്നാണ്. അത് 5-ാം ഭാവം 9-ാം ഭാവത്തിനെയൊക്കെ അടിസ്ഥാനമാക്കി എന്ത് മനസ്സിൽ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് പറയുന്ന രീതിയിലേക്ക് പ്രഡിക്ഷൻ പറയാനായിട്ട് നമ്മുടെ ഉപാസനകൾ മുന്നോട്ട് പോകണം. ഒരിക്കലും ഒരു കാൽക്കുലേഷൻ വെച്ച് ഇത് പറയാൻ പറ്റുകയില്ല. അത് ഉപാസന വെച്ചിട്ട് ആ സിദ്ധി വെച്ചിട്ട് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ അനുഭവം. വളരെ സന്തോഷം. എന്തായാലും അങ്ങനെ ഒരു സംഭവം ആകട്ടെ. എല്ലാവർക്കും ഇതുപോലെ തന്നെ നല്ലൊരു പ്രഡിക്ഷൻസ്, അതായത് എസ്പെഷ്യലി ഈ രാശി ചാർട്ട് കഴിഞ്ഞാൽ വരുന്ന നവാംശത്തിനെ കൺസിഡർ ചെയ്ത് ഒരുപാട് പ്രഡിക്ഷൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു അഭൗമമായ ഒരു സംഭവമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ നിമിത്ത ശാസ്ത്രത്തിന് വളരെ വലിയ പങ്കുണ്ട്. നിമിത്ത ശാസ്ത്രത്തിന് പൂർണ്ണമായിട്ടും ഒബ്സർവ് ചെയ്ത് പ്രശ്നമാർഗേണ
കാര്യങ്ങൾ തീർപ്പാക്കി കൊടുക്കുന്ന നല്ല ജ്യോതിഷന്മാരുണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഓക്കെ.